ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം LDCയിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ടോപ്പിക്കിൽ ചോദിച്ചിരിക്കുന്ന 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്. ഇതിൻ്റെ ഉത്തരം ഹാസ് ആണ്. എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എലോങ് വിത്ത് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, എലോങ് വിത്ത് വരുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ഫസ്റ്റ് പാർട്ടിൽ ആരാണെന്ന് വേണം നോക്കാം. ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ടൂറിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടൂറിസ്റ്റ് ഗൈഡ് അത് ഒരു വ്യക്തിയാണ്. അത് ആയതിനാലാണ് ഹാസ് വന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അപ്പം ലെറ്റസ് വരെയാണെങ്കിൽ എപ്പോഴും നമുക്കറിയാം, ഇത് PSC സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ലെറ്റസ് വന്നാൽ എപ്പോഴും അതിൻ്റെ ഉത്തരം ഷാൾ വി ആണ്. ഓക്കെ, ലെറ്റസ് വന്നാൽ ഷാൾ വി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. ഇവിടെ ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് മാറ്റം വരില്ല. അപ്പോൾ നമ്മൾ വാസ് ചേർക്കേണ്ട ആവശ്യമില്ല, ഈസ് തന്നെ വെച്ച് പോവുക. അങ്ങനെ വരുമ്പോൾ പ്രസൻറ്റിൽ ഈസ് വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഹീ സേസ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇത് മുമ്പും PSC പലതവണ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇതിൻ്റെ ഉത്തരം വുഡ് ഹെൽപ്പ് എന്ന് വരും. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹെൽപ്പ് ദ പുവർ. അടുത്ത ചോദ്യം. ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് വരും ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ്. ബിലോങ്സ് കഴിഞ്ഞെപ്പോഴും ടു ആയിരിക്കും ചേർക്കുക. ബിലോങ്സ് ടു, അത് ആ കുട്ടിയുടേതാണ് എന്നതാണ്. എന്ത് കാര്യമാണെങ്കിലും ദിസ് ബുക്ക് ബിലോങ്സ് ടു ദ ചൈൽഡ് അങ്ങനെ വരും. എന്താണോ ആർക്കാണോ എന്നുള്ളത് ടു വെച്ച് ചേർക്കും. ബിലോങ്സ് കഴിഞ്ഞ് ടു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഇപ്പോൾ പ്രൊപ്പറേറ്ററിയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതാണ് പ്രൊപ്പറേറ്ററിയുടെ കറക്റ്റ് സ്പെല്ലിംഗ്. PROPRIETY, പ്രൊപ്പറിറ്റി. അടുത്ത ചോദ്യം നോക്കാം. ദ എഡിം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ഇത് സ്ഥിരം PSC ചോദിക്കുന്നതാണ്. ഇതിൻ്റെ ഉത്തരം സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അടുത്തതും PSC സ്ഥിരമായി ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡാഷ് ഓഫ് വൂൾസ് ഹോൾഡ് അറ്റ് ദ മൂൺ. ഇപ്പോൾ വൂൾഫിനെ കളക്റ്റീവ് നൗൺ എപ്പോഴും പറയുന്നത് എന്താണ്? പാക്കാണ്. പാക്ക് ഓഫ് വൂൾസ് എന്നേ പറയാറുള്ളൂ. ഓക്കെ, പാക്ക് ഓഫ് വൂൾസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ദ സിനോൺ ഫോർ അമെൻഡ്മെൻറ്റ്. അമെൻഡ്മെൻറ്റ് എന്ന വാക്കിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതേ മീനിങ് വരുന്ന വേർഡ്. അമെൻഡ്മെൻറ്റ് നമ്മൾ എവിടെയാണ് കേൾക്കാറുള്ളത്? സാധാരണ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴാണ് അമെൻഡ്മെൻറ്റ് എന്നുള്ള വേർഡ് കേൾക്കാറുള്ളത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻഡ്മെൻറ്റ് വരുത്തുക എന്ന് വെച്ചാൽ ചേഞ്ച് വരുത്തുക. അപ്പോൾ ചേഞ്ചിൻ്റെ മറ്റൊരു ഇതാണ് അവിടെ മോഡിഫിക്കേഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അമെൻഡ്മെൻറ്റ് ചെയ്യുക മീൻസ് മോഡിഫൈ ചെയ്യുക. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് ചെയ്യുക എന്ന് വെക്കുകയാണെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ മോഡിഫിക്കേഷൻ വരുത്തുക. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അടുത്ത അവസാനത്തെ ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിയം ഫോർ ഡെഫിസിറ്റ്. ഡെഫിസിറ്റിൻ്റെ ആൻറ്റോണിയം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇല്ലായ്മ, കുറവ് എന്നാണ് അർത്ഥം.
അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് സർപ്ലസ്. സർപ്ലസ് എന്ന് വെച്ചാൽ അധികമായി, ആവശ്യത്തിലുപരി എന്ന മീനിങ് ആണ് സർപ്ലസ് കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് തിരുവനന്തപുരം LDCയിൽ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് ചോദിച്ചത്.